മാളു, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ശേഖർ മോനെ, എന്തോന്നാ ഇത്? കണ്ടോ സാറ്? KT പണിക്കർ സാറിന്റെ മകനൊരു സമ്മാനം കൊടുക്കുമ്പം അതിന്റെ ഒരു ലെവല് കാണിക്കണ്ടായോ? ഇതാ മാളവിക, ഇതുകൂടി പിടി. ഈ പടം പൊട്ടിയാലും ചാക്കോച്ചന്റെ അടുത്ത പടത്തിലും കൊച്ചു തന്നെയാ ഹീറോയിൻ. ഇതൊരു ടാക്കൻ അഡ്വാൻസ്. എന്റെ പൊന്നു സാറേ, ഡേറ്റിന്റെ കാര്യം ഒന്ന് നേരത്തെ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു സർ. എവിടെ? എനിക്ക് പ്രസന്റ് ഇല്ലേ? എന്റെ തന്തയുടെ പേര് ചന്ദ്രൻപിള്ള എന്നാ. അതിന്റെ ലെവല് തീരെ താഴെയാ. നോ എക്സ്ക്യൂസസ്. എന്തെങ്കിലും തരണം. തരാം. ഇവിടെ വെച്ച് വേണ്ട. വാ, പുറത്തേക്ക് വാ, ഞാൻ കാത്തിരിക്കും. അമ്മ, ശരി, ഞാൻ വരാം. എളുപ്പന്താ, അമ്മയുടെ കണ്ണു വെട്ടി ചോടിയതാ. നീ ഇരിക്കേ. എന്തേ? കുടിച്ചല്ലേ? ഒരു ധൈര്യത്തിന്. ചീത്തക്കുട്ടി. ഇതേ ഉള്ളൂ എനിക്ക് തരാൻ. This is the most precious gift of the night. മാളോ, പൊന്നെ, നീ എന്റെ കുഞ്ഞിനെ ഇവിടെ ആരോട് ചോദിച്ചിട്ടാടി നീ പെറുക്കിയുടെ കൂടെ? അവിടെ എവിടെയൊക്കെ നിന്ന് വായി നോക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ വക അഭ്യാസമൊന്നും എന്റെ കുഞ്ഞിന്റെ അടുത്ത് വേണ്ട കേട്ടോടാ. ആർട്ടിസ്റ്റ് സരോയത്തിന്റെ മോളോട് ചിറ്റം കൂടാൻ മേക്കപ്പ് മാൻ ചന്ദ്രന്റെ മോനെ ആയിട്ടില്ലടാ. നിലയ്ക്ക് നിന്നോണം പെറുക്കിയുടെ മോനെ. ഇവിടെ ഒന്ന് നിന്നേ. നിങ്ങൾ എന്നെ വിളിച്ച തിരക്കി അടിച്ച് അണപ്പല് മുഴുവൻ തറയിടണ്ടാ എന്റെ സ്വഭാവത്തിന്. ഞാനത് ചെയ്യാത്തത് എവളെ ഓർത്തിട്ടാ. നിങ്ങളുടെയൊക്കെ ചീഞ്ഞളിഞ്ഞ മോന്ത മനുഷ്യനെ കാണാൻ കൊള്ളാവുന്ന പരുവത്തിലാക്കി തീർക്കുന്ന ഒരു മേക്കപ്പ് മാന്റെ മോൻ തന്നെയാ ഞാൻ. അതിലെനിക്ക് അഭിമാനം തന്നെ ഉള്ളൂ. ഇപ്പൊ ചെല്ല്, നമ്മളെ വീണ്ടും കാണും. നിന്നെയോ? എടാ, നിന്റെ കൂടെ ഈ ആഴ്ചയിൽ നടിക്കാൻ വിടത്തില്ലടാ ഞാൻ എന്റെ മോളെ. ഒന്ന് കുറിച്ചു വെച്ചോ, ഞാൻ ഹീറോ, നിങ്ങളെ മോള് ഹീറോയിൻ. അധികം വൈകാതെ അങ്ങനെ ഒരു പടത്തിന്റെ സെറ്റ് വെച്ച് നമ്മൾ കാണും. ഓടാ അലവലാതി. ഹീറോ ആവാൻ കണ്ട ഒരു മോന്തായം. ആടി ആ പ്രകടനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഹീറോ ആവാൻ പോകുന്നു എന്ന് പറഞ്ഞത് വല്ല ഓഫറും വന്നായിരുന്നോ, അതോ ചുമ്മാ കീറിയതോ? നിങ്ങൾ വൈകാതെ പടം ചെയ്യൂലേ? എന്റെ അണ്ണ, ഞാൻ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താ. എന്റെ ആദ്യത്തെ പടത്തിൽ നീ തന്നെ ഹീറോ. പക്ഷെ അതിനുമുമ്പ് നീ സ്റ്റാറായ ഡേറ്റ് തന്നേക്കണം. വാക്ക ആ വെല്ലുവിളിയിൽ അജയചന്ദ്രൻ തന്നെ ജയിച്ചു. കഴിഞ്ഞ മഞ്ഞുകാലത്തിന്റെ വിജയം അയാളെ ശ്രദ്ധേയനാക്കി. അതിനുശേഷം അയാളെ തേടി ധാരാളം ഓഫറുകൾ എത്തുകയും ചെയ്തു. പക്ഷെ അതെല്ലാം ഒരുതരം ജൂനിയർ സിനിമകളായിരുന്നു, കഴമ്പില്ലാത്തവ. കഥാപാത്രം നായകനാണോ എന്ന് മാത്രമാണ് അജയചന്ദ്രൻ നോക്കിയത്. സിനിമകളെല്ലാം വരിവരിയായി പൊട്ടി. അതിലൊന്നിൽ നായിക മാളവികയായിരുന്നു. അതായിരുന്നു അവരുടെ കരിയറിലെ ആദ്യത്തെ ഫ്ലോപ്പ്. അപ്പോഴേക്കും മാളവിക ശരിക്കും ഒരു സ്റ്റാർ തന്നെ ആയിക്കഴിഞ്ഞിരുന്നു. അതിനുശേഷം അജയചന്ദ്രന്റെ കൂടെ അഭിനയിക്കാൻ മാളവികയെ അവരുടെ അമ്മ സരോജം സമ്മതിച്ചില്ല. പിന്നീട് അവർ തമ്മിൽ കാണുന്നതും ഒരുമിച്ച് അഭിനയിക്കുന്നതും മോഹനകൃഷ്ണന്റെ സിനിമയിലാണ്. അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ എബി വഴി കിട്ടിയതായിരുന്നു അജയചന്ദ്രൻ ആ റോൾ. ചെമ്പകപ്പൂക്കൾ, മോഹനകൃഷ്ണൻ എന്ന ഡമ്മിയെ മുന്നിൽ നിർത്തി എബി സംവിധാനം ചെയ്ത പടം. അതിന്റെ വിശദ വിവരങ്ങൾ എബിയുടെ ഡയറിയിലുണ്ട്, ഒരു സീൽ ഓർഡർ പോലെ. സാറിന് കുറച്ച് കാറ്റ് കിട്ടട്ടെ, ഒന്ന് ആട്ടിക്കൊടു.
അയ്യോ കേറുന്നതിന് മുമ്പ് നിന്റെ അടുത്ത് പറഞ്ഞല്ലേ പതുക്കെ പൊക്കണമെന്ന്. അല്ല ഇനി ഇടപാടില്ല. അല്ല സാർ. തറയിൽ നിന്നുള്ള ഡയറക്ഷൻ മതി. സാർ ഷോട്ട് റെഡി സാർ. വരാനെ. ഓക്കെ സാർ. സാറേ ക്രെയിൻ. ക്രെയിൻ തേങ്ങ. തേങ്ങ അജയൻ വന്നോ? വന്നിട്ടുണ്ട്. ഹോട്ടലുണ്ട്. ഹോട്ടലിൽ ഉണ്ടായാൽ മതിയോ? ഇങ്ങോട്ട് വിളിപ്പിക്കേ, അടുത്ത ഷോട്ടിനേളെ വേണം. ഞാൻ ആ കാര്യം പറയാൻ വരുമായിരുന്നു. ആ. കൂടെ ഒരു സെറ്റ് ഫ്രണ്ട്സും ഉണ്ട്. ആകെ പിറ്റ കാല് തന്നെ തുറക്കുന്നില്ല. ഈ കണ്ടീഷനിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്തോ സഹായിക്കാനാ? ഈ പുല്ലന്റെ കാര്യം. ഹലോ സർ. വൈബി ഇരിക്കൂ. എനിക്കൊരു മണ്ടത്തരം പറ്റി. അതാണ് ഈ പടം. ഈ മോഹനകൃഷ്ണൻ ഒന്നും അറിയില്ല എന്ന് മനസ്സിലാക്കാതെയാണ് ഞാനിതിൽ ഇറങ്ങിയതും അബദ്ധത്തിൽ പെട്ടുപോയതും. അത് പോട്ടെ, താനുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും മാനേജ് ചെയ്ത് പോകുന്നത്. പക്ഷെ തനിക്ക് ഒരു അബദ്ധം പറ്റിയെന്നാ തോന്നുന്നത്. അജയചന്ദ്രൻ, ഞാൻ അപ്പോഴേ എബിയെടുത്ത് പറഞ്ഞതാ കേട്ടാ. അറിഞ്ഞ അവൻ അടിച്ച് പൂക്കുറ്റിയായിട്ട് ഹോട്ടൽ മുറി കിടക്കുന്നു. ഞാൻ അയാളൊന്ന് കാണാം സർ. കണ്ടിട്ട്. അല്ല അതൊന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്കിപ്പോഴും മാറ്റി ആലോചിക്കാൻ സമയമുണ്ട്. എബി വേണ്ട സർ, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് തീരുമാനത്തിലെത്തിയ. ശരി. നാരായണ, ഓ പാക്കപ്പ്. ഞാൻ ഒന്ന് കാണട്ടെ. ശരി ശരി സർ. നാരായണ, ഓ വൈകുന്നേരത്തേക്കുള്ള സാധനം ഫുള്ള് മുറി എത്തിക്കണേ. ഓക്കെ ആ, ശരി ശരി. പാക്കപ്പ് ചെയ്യാം. ഓക്കെ. ബേബിയെ തള്ളാതിങ്ങപ്പാ. ഹലോ. എന്നാ ഇത്? എന്താ കാണിക്കുന്നത്? തള്ളുക, നിങ്ങൾ മാറിക്കേ. തള്ളുക. ആള് മാറിക്കേ. ആള് മാറി വരട്ടെന്ന് മാറിക്കേ. മാറുന്ന ചേച്ചി വന്നാട്ടെ. ചേച്ചി വന്നാട്ടെ. പിന്നെ നാരായണ ഇതല്ല. നാരായണ എന്തോ? ചേച്ചി കൂച്ചിയെല്ലാം വേണ്ട. മര്യാദയാ, കൊഞ്ചം മര്യാദയാ. മാഡോനെ കൂപ്പിള്ള. മാഡം മാഡം വന്നാട്ടെ. പാത്ത് പടി, പാത്ത് അമ്മ പ്ലീസ് മാ. കൂടെ നേരെ പിടി. ദാമ. ഗുഡ് മോർണിംഗ് സർ. ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. കാലേ വണക്കം. ഫാൻസിന്റെ ബഹളമല്ലേ? ഇറ്റ്സ് ഓക്കേ സർ. മാളവിക ഇപ്പോ സൗത്ത് ഇന്ത്യൻ സെൻസേഷൻ അല്ലേ? അയ്യോ ഫാൻസ് ഇന്ന തമിഴ്നാട് രസികർ. അബ്ബബ്ബബ്ബബ്ബ, എന്നെ മര്യാദ, എന്നെ പാരാട്ടനില്ല കണ്ട. കേട്ടോ മാളവിക, ഇത് സ്റ്റേറ്റ് അവാർഡ് റോളാണ്. തകർത്തേക്കണം. വികാരങ്ങളൊക്കെ വാരി വിതറിയേക്കണം. ഞാൻ ഇങ്ങനെ ഒപ്പിയെടുത്തോളാം. മുട്ടായി വേണ്ട സർ. നാരായണേട്ടാ, എബിച്ചേട്ടൻ എവിടെ? വിളിപ്പിക്കാം. അയ്യോ വിളിപ്പിക്കണ്ട, ഞാൻ പോയി കണ്ടോളാം. ആ പിന്നെ നവംബർ ഒന്ന് ഓർത്തോണം. തമിഴ് മലയാളം മൾട്ടി ലാംഗ്വേജ് മോളുണ്ട്. ബാംബെ മിഠായി. അയ്യോ വേണ്ടപ്പാ. കോസ്റ്റ്യൂമറോടൊന്ന് വരാൻ പറ. ശരി സാർ. പിന്നെ എങ്ങനെയുണ്ട് സ്റ്റാർഡം? എൻജോയ് ചെയ്യുന്നുണ്ടോ? ഓ എന്ത് സ്റ്റാർഡം. ബോറടി ഉണ്ട്. ഒരു സത്യം മനസ്സിലായി. ഹീറോസ് ലാംഗ്വേജ് ഏതായാലും ഒരേ തുവൽ പക്ഷികളാണ്. കാര്യം കാണാൻ കരച്ചിൽ, കാലുപിടുത്തം. ബാച്ചിലേഴ്സ് ആയാൽ കള്ളപ്രേമം. മാരിഡ് ആണെങ്കിൽ ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, സങ്കല്പത്തിലെ പാർട്ട്ണർ, സെയിം ഓൾഡ് സ്റ്റോറീസ്. ഇതിന്റെ എല്ലാ ഇടയിലൂടെ സർവൈവ് ചെയ്യാൻ നല്ല ധൈര്യവും ബുദ്ധിയും വേണം. നമ്മുടെ ഹീറോയെ കണ്ടോ? ഇല്ല. ഹൗസി ഫ്രസ്ട്രേഷൻ ഉണ്ട്. എത്താൻ ശ്രമിച്ചെടുത്ത് എത്താൻ കഴിയാത്തതിന്റെ. പിന്നെ മാളും ആ ഒരു സങ്കടമുണ്ട്. അജയനോടുള്ള അമ്മയുടെ ദേഷ്യം കൂടിയിട്ടേ ഉള്ളൂ. ഒന്ന് കാണാൻ ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ? അമ്മ தள்ளு தள்ளு போ. இல்ல பி ചേച്ചി. தெரியாம தான் கேக்குறேன். பேபி கேரக்டருக்கு குழந்தை இருக்கா? ചേച്ചി, നമ്മള് തമ്മില്. അയ്യോ മറന്നിട്ടെ. അല്ല മോളുടെ ക്യാരക്ടറിന് കുഞ്ഞുണ്ടോ എബി? ഉണ്ട്. 5 വയസ്സുള്ളൊരു കൊച്ചുണ്ട്. എന്റെ ആദ്യത്തെ അമ്മ റോളാ. ഐ എം റിയലി എക്സൈറ്റഡ്. പെൺകുട്ടിയല്ലേ ബേട്ടാ? അതെ. ഗ്രേറ്റ്. പെൺകുട്ടിയുടെ അമ്മ. ഐ ലവ് ദാറ്റ്. അമ്മ റോളെന്നൊന്നും പറയാതെ എന്റെ കുഞ്ഞെ. ഒരു പൊടിക്കുഞ്ഞിന്റെ അമ്മ. ദേ പത്രക്കാരെങ്ങാനും കേട്ടാ മതി. മാളവിക അമ്മ വേഷത്തിൽ എന്നൊക്കെ അങ്ങ് എഴുതിക്കളയും. ഒരു ഡയലോഗ് ഓറിയന്റഡ് സീനാ. ഒന്ന് പഠിച്ചേക്ക്. ഓക്കെ. അജയൻ നേരത്തെ വന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞിരിക്കുക. ദേവി എബി ഒരാളിന്റെ നിർബന്ധം കൊണ്ടാ. ഇല്ലെങ്കിൽ ഞാൻ കോച്ചിട്ട് തരത്തില്ല ആ പന്നന്റെ കൂടെ നടിക്കാൻ. ബോഡി ടച്ചിങ് ഷോട്ടൊന്നും വെച്ചേക്കല്ലേ. അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? എബിച്ചേട്ടനെ ജോലി പഠിപ്പിക്കണ്ട. ഹി നോസ് വാട്ട് ടു ഡു. പിന്നെ സെറ്റിൽ നിന്ന് അജയനോടോ ആരോടെങ്കിലും ഇറിറ്റേറ്റിംഗ് ഡയലോഗ് അടിച്ചാ ഞാൻ ഇറങ്ങിപ്പോയിരിക്കും. എബി കേട്ടോ, സ്റ്റാർ ആയി പോയി. ഫസ്റ്റ് സിനിമയുടെ സമയത്ത് ഓർമ്മയുണ്ടല്ലോ. എനിക്കിത് വേണ്ടമ്മ, എനിക്ക് നടിക്കണ്ടമ്മ, എനിക്ക് പഠിച്ച് ഡോക്ടറാണമ്മ, എന്നെ വിടമ്മ. എല്ലാം ഈ അമ്മ കാരണമാണേ. അല്ലാന്ന് പറയുവോ? ഇപ്പൊ കമലിന്റെ കൂടെ, അടുത്തത് രജനി സാറ്. എന്റെ കുഞ്ഞിനെ അമിതാഭ് ബച്ചന്റെ ഹീറോയിൻ ആക്കിയിട്ട് ഈ സരോജം അടങ്ങും. എന്റെ അമ്മ. മാളുവാ, റെഡിയോ? ഓക്കെ. യോ വളർമതി, 2 ആപ്പിൾ ജ്യൂസ് വാങ്ങിട്ട് വാ.
எனக்கு வேண்டாம்மா. எனக்கு வேண்டாமா? உனக்கு நீ யாரு சொன்னே? ரெண்டுமே எனக்கு தான். 2 ஒண்ணா ஒரு சருவத்தில் ஊத்தி எடுத்துட்டு வா. ஓடி.